ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ധാരാളം വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ മുജാഹിദ് ബാലുശ്ശേരി. ബാലുശ്ശേരിയെ നമുക്ക് കൂടുതൽ സജീവമായി അറിയുന്ന ചില വിഷയങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളിലാണ് നമുക്ക് ബാലുശ്ശേരിയെ മറക്കാൻ സാധിക്കാത്ത വ്യക്തിത്വമായി മാറുന്നത്. പിന്നെ കക്ഷി ഒരുപാട് ശാസ്ത്രീയമായ സത്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് സംഗീതം. സംഗീതം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലൊരു ഗുണമുണ്ടായി എന്ന് തെളിഞ്ഞാൽ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ നിന്നും രോമം പറിക്കാം എന്ന് പറഞ്ഞു. പിന്നെ സംഗീതം ഒരു ചവറാണെന്നും ഒന്നിനും കൊള്ളാത്ത ഒരു സംഗതിയാണെന്നും തുടങ്ങിയ ഒരുപാട് പരാമർശങ്ങൾ നടത്തിയ ഒരു വ്യക്തിത്വമാണ് മുജാഹിദ് ബാലുശ്ശേരി. ഈ ബാലുശ്ശേരി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ പ്ലിങ് ആകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് പേർ അദ്ദേഹത്തോട് ചോദ്യങ്ങളുമായി മുന്നോട്ട് വരുന്നു. ഇപ്പോൾ എം അക്ബറിന്റെയും ജബ്ബാർ മാഷിന്റെയും സംവാദം തന്നെ എടുത്താൽ ഈ സംവാദം ആരുമായിട്ടായിരുന്നു തുടക്കത്തിൽ തുടങ്ങിയത്? നമ്മുടെ റഫീഖ് സലഫി വന്നു, അതിനുശേഷം മുജാഹിദ് ബാലുശ്ശേരി വന്നു. ഇവരൊക്കെ തന്ത്രപൂർവ്വം എം അക്ബറിന്റെ തലയിലിട്ട് കൊടുത്തു, എന്നിട്ട് രക്ഷപ്പെട്ട കാഴ്ചയാണ് കാണുന്നത്. പിന്നെ ഇദ്ദേഹം ക്ഷേത്രത്തിന് പണം കൊടുത്താൽ അത് വേശ്യാലയത്തിന് പോലെ കൊടുക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്വർഗം വേണോ സ്വർണം വേണോ, നിങ്ങൾക്ക് സ്വർഗം വേണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ബക്കറ്റ് പിരിവുമായി നടക്കുന്ന കാഴ്ചയും കണ്ടു. ഇവർ സ്വയം പരിഹാസ്യരായി മാറുകയാണോ, അതോ മറ്റുള്ളവർ തങ്ങളെ പരിഹസിക്കുന്നത് ലോകം മുഴുവനും തിരിച്ചറിഞ്ഞിട്ടും ഇവർ തിരിച്ചറിയാത്തതാണോ, അതോ ഇവർ തിരിച്ചറിയാതെ അഭിനയിക്കുവാണോ, ഒന്നും മനസ്സിലാകുന്നില്ല. എന്ത് തന്നെയായിരുന്നാലും സാധാരണക്കാർ ഈ പണ്ഡിതന്മാരുടെ തട്ടിപ്പും വെട്ടിപ്പും ഈ ആരോപണങ്ങളും ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറലും ദുർവ്യാഖ്യാനവും പെയിന്റടിയും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നത് തന്നെ വലിയ ഒരു ആശ്വാസമാണ്. ഇപ്പോഴിതാ പുതിയ ഒരു പ്രസ്താവനയുമായി ബാലുശ്ശേരി വന്നിട്ടുണ്ട്. നബി ഇത്രയധികം വിവാഹം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നബി ഒരു പോരാളിയാണ്, നബി ഒരു ധീര യോദ്ധാവാണ്. നബിയെ പോലെ വിവാഹം കഴിക്കാൻ നിങ്ങളിൽ എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഞാൻ വിചാരിക്കുന്നു ഇത് ഇന്ത്യയാണ് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. സ്ഥലകാലബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ എം അക്ബർ ലക്ഷദ്വീപിൽ നിന്ന് അടിച്ചതുപോലെയുള്ള എന്തെങ്കിലും സാധനം അടിച്ചിട്ട് ലക്കും ലഗാനുമില്ലാതെ വിളിച്ചു പറയുന്നതാണോ, അതോ അദ്ദേഹം ഭ്രാന്താശുപത്രിയിൽ നിന്നും വല്ലതും കയറു പൊട്ടിച്ചു വന്നതാണോ എന്നറിയില്ല. ഇനി നമുക്ക് സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ തന്നെ അറിയാം, നബി ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ സാധിക്കുമോ? പെണ്ണുകെട്ടായിരുന്നാലും കൊള്ളയാണെങ്കിലും കൊലയാണെങ്കിലും പിടിച്ചുപറിയാണെങ്കിലും പെണ്ണുവിഷയമാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഏതെടുത്താലും നബി ചെയ്ത ഏതെങ്കിലും ഒന്ന് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുമോ? നമ്മൾ ജയിലിൽ ആയി പോകൂലേ? കാരണം അതുപോലെ നിയമ സംവിധാനമുള്ള നാട്ടിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഒരു പക്ഷേ മുജാഹിദ് ബാലുശ്ശേരി 10 വർഷം കഴിഞ്ഞിട്ട് ഇതിനെ സിറിയാക്കി മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേരളത്തെ. ഇനി അങ്ങനെയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് പിച്ചുംപെയും പറയുന്നതാണോ എന്നറിയില്ല. എന്ത് തന്നെ ആയിരുന്നാലും അദ്ദേഹം ഇബ്രാഹിക്കാട മകളെ വിവാഹം കഴിക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ ഭാര്യയെ വരെ ആക്ഷേപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോഴിതാ പുതിയ വിവാദവുമായി അദ്ദേഹം വന്നിട്ടുണ്ട്. നമുക്ക് കേൾക്കാം. മതത്തിന് നേരെ കുറ്റല്ല വേണ്ട, മതത്തിന് നേരെ കുറ്റല്ല വേണ്ട. നോക്ക്, വേഗത്തിൽ ആളുകൾ മുഹമ്മദ് നബിയിലേക്ക് എത്തി. ഞാൻ ദയവ് ചെയ്ത് ഞാൻ ചോദിച്ചോട്ടെ, മുഹമ്മദ് നബീനെ പോലെ കഴിക്കാൻ ധൈര്യം ഏതെങ്കിലും ഈ മണ്ണിൽ ജീവിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ നോക്ക്, മഹാത്മാഗാന്ധി മതത്തിന് നേരെ കുതിര കയറല്ല വേണ്ട, മതത്തിന് നേരെ കൊഞ്ഞനം കുത്തല്ലേ വേണ്ട. ഇപ്പൊ നോക്ക്, ശൈശവ വിഷയം വന്നു, വേഗത്തിൽ ആളുകൾ മുഹമ്മദ് നബിയിലേക്ക് എത്തി. ഞാൻ ദയവ് ചെയ്ത് ഞാനും ചോദിച്ചോട്ടെ, മുഹമ്മദ് നബീനെ പോലെ കല്യാണം കഴിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു ഭൗതികവാദി മണ്ണിൽ ജീവിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ ഇപ്പൊ നിങ്ങൾ നോക്ക്, മഹാത്മാഗാന്ധി 13 വയസ്സുള്ളപ്പോ തന്നെ ഉപ്പര് കല്യാണം കഴിക്കണം. നമ്മുടെ മഹാത്മാഗാന്ധി 13 വയസ്സുള്ളപ്പോ മൂപ്പർക്ക് കല്യാണം കഴിക്കണം. 18കാരി ഈ നിയമം വെച്ചോ? ഇല്ല, എനിക്ക് 13കാരിന് തന്നെ കിട്ടണം. ക്ഷമിക്കണം, എല്ലാരും ക്ഷമിക്കണം. ഞാന് ഇസ്ലാമിന്റെ കഴുത്ത് കയറി ഇങ്ങനെ ഞെരിച്ച് പിരിയുമ്പോ ചിലത് പറഞ്ഞോട്ടെ. മഹാത്മാഗാന്ധിക്ക് 13 വയസ്സ് തന്നെ കെട്ടണോ? തരക്കടില്ല. 13കാരിയെ തന്നെ കിട്ടണം.
കല്യാണം നടന്നു അവിടെ? നടന്നല്ലോ അല്ലേ? നടന്നു. എന്തേ നിങ്ങൾ ആരും ഇപ്പൊ നോക്കേ, ശൈശവാ പറഞ്ഞപ്പോ നബി ആയിഷാനെ കെട്ടിക്കളഞ്ഞു. എന്റെ ചെങ്ങായി, വിമർശനത്തെ പോലും നിനക്ക് നീതിയുണ്ടോ, നട്ടലുണ്ടോ, വിവരമുണ്ടോ? എങ്കിൽ നീ ചെയ്യേണ്ടതെന്നാ മഹാത്മാഗാന്ധിന്റെ ഒരു കുതിരയറണ്ടേ? അപ്പോ ക്ഷീരമുള്ളോരകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകാരിക്ക. ഇനി മുഹമ്മദ് നബിയുടെ ഒന്നാമത്തെ കല്യാണം, അങ്ങനെ കല്യാണം കഴിച്ച ഒരു ഭൗതികവാദി ഇവിടെ ഒന്ന് കൈവക്ക്. മുഹമ്മദ് നബിക്ക് 25 വയസ്സ്. അദ്ദേഹം ആദ്യം കല്യാണം കഴിച്ച പെണ്ണിനോ? 2 ആള് കല്യാണം കഴിച്ച് വിധവയായി 4 മക്കളുള്ള 40കാരി. കെട്ടുവോ? ഇവിടെ ഏതെങ്കിലും ഒരുത്തം കെട്ടിയിട്ടുണ്ടോ? ഇവിടെ മതം വിമർശിക്കുന്ന യുക്തിവാദി എഴുത്തുകാരനും പോക്കണം കെട്ടവരും ഒക്കെ ആരെങ്കിലും ഒരാള് അവന്റെ മുമ്പിൽ 14 വയസ്സുള്ള ഒരു കുട്ടിനെ കെട്ടുവോ എന്ന് ചോദിച്ചാലോ ആരും കാണണ്ട, നമുക്ക് ഒന്നിച്ചു പോയി കല്യാണം കഴിക്കാറില്ല. സത്യമല്ലേ അത്? ഞാൻ ഉള്ളിലുള്ള മനുഷ്യരുടെ സത്യമല്ലേ അത്? വലിയ ശൈശവത്തോടും ഒരു ബന്ധോ ഒന്നല്ല കേട്ടോ, കയ്യടി കിട്ടാൻ വേണ്ടി മാത്രം. എന്നാ വസ്തുത നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ലോകത്ത് മുഹമ്മദ് നബി 2 ആള് കല്യാണം കഴിച്ച് വിധവയായ 4 കുട്ടികളുണ്ടായിരുന്ന 40കാരിയെ 25കാരൻ കല്യാണം കഴിച്ചതിനെ കുറിച്ച് എന്തെങ്കിലൊന്നും ഉണ്ടാത്ത്. ഒന്നാമത്തെ കല്യാണം. രണ്ടാമത്തതോ 66 വയസ്സുള്ള സൗദാ ബീവിയെ. എത്ര മോനെ? എത്ര? ഇപ്പൊ പേന ഉണ്ടുന്നുണ്ടല്ലോ ആഴ്ച പതിപ്പിലെ കുറെ ആഫീസ് മുഹമ്മദ്മാരും കാര്യങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2ാമത്തെ കല്യാണം 66 വയസ്സുള്ള ഒരു വയോവൃദ്ധ. ആലോചിക്കണം. ഇത് കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും, ശരിയാണല്ലോ, ബാലുശ്ശേരിയുടെ ബുദ്ധി വെച്ച് ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് ഇതിലെ ശരികൾ മനസ്സിലാകുന്നത്. ഗാന്ധിജിയുടെ എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി വിവാഹം കഴിക്കുന്നത്? ഗാന്ധിജിയുടെ വിവാഹവും മുഹമ്മദ് നബിയുടെ വിവാഹവും തമ്മിൽ കമ്പയർ ചെയ്യുന്ന മുജാഹിദ് ബാലുശ്ശേരി വിമർശനത്തിൽ എന്ത് ബുദ്ധിയും യുക്തിയും നീതിയുമാണ് പ്രയോഗിച്ചത്? കസ്തൂർബായെ വിവാഹം കഴിക്കുമ്പോൾ കസ്തൂർബയുടെ പ്രായം എത്രയാണ്? ഗാന്ധിജിയുടെ പ്രായം എത്രയാണ്? മുഹമ്മദ് നബി ആയിഷയെ വിവാഹം കഴിക്കുമ്പോൾ ആയിഷയ്ക്ക് 6 വയസ്സും മുഹമ്മദ് നബിക്ക് 56 വയസ്സുമായിരുന്നു പ്രായം. 53 എന്നും പറയുന്നുണ്ട്, 56 ഇവര് തന്നെ പറയുന്നതാണ്. ഈ 53 വയസ്സുള്ള മുഹമ്മദ് നബി 6 വയസ്സുള്ള കുഞ്ഞൈഷയെ വിവാഹം കഴിക്കുന്നതിനെ ഒന്ന് വെളുപ്പിക്കാൻ ഗാന്ധിജിയെ പിടിച്ചത് തീരെ ശരിയായില്ല. ഗാന്ധിജിയുടെ എത്രാമത്തെ ഭാര്യയായിരുന്നു കസ്തൂർബ? സിമ്പിളായിട്ട് ഇത്തരം ചോദ്യങ്ങൾക്ക് മാത്രം ഒന്ന് ഉത്തരം തന്നാൽ മതി. പിന്നെ പേന ഉന്തുന്നവരുടെ ത്യാഗത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. മുഹമ്മദ് നബി ഖദീജയെ വിവാഹം കഴിക്കുമ്പോൾ ഖദീജയ്ക്ക് 28 വയസ്സായിരുന്നു പ്രായം എന്ന് സലഫി പണ്ഡിതൻ തന്നെ തെളിയിച്ചിട്ടുണ്ട്. മാലിക് സലഫിയാണ് തെളിയിച്ചിട്ടുള്ളത്. വിശ്വാസ യോഗ്യമായ പ്രമാണങ്ങളിലെ ഹദീസുകൾ നിരത്തിയാണ് അദ്ദേഹം തെളിയിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതിൽ ഖദീജയുടെ പ്രായം കുറച്ച് കൂട്ടിക്കാണിക്കുന്നത് നബിയുടെ ത്യാഗം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ അത് വേണ്ട. ഏറ്റവും സ്വഹീഹായതും ശരിയായതും സനദൊത്തത്, അതായത് പരമ്പര ശരിയായതുമായ ഹദീസ് റിപ്പോർട്ടുകൾ പ്രകാരം ഖദീജയ്ക്ക് 28 വയസ്സും മുഹമ്മദ് നബിക്ക് 25 വയസ്സുമായിരുന്നു പ്രായം എന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ത്യാഗം അവിടെ നിൽക്കട്ടെ. ഇനി ഖദീജ 2 ഭർത്താവിനാൽ വിധവയായ സ്ത്രീയാണ്. 2-ലധികം മക്കളും ഉണ്ടായിരുന്നു. ഖദീജ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളായിരുന്നു. കുലമഹിമയും തറവാടിത്തവും സമ്പത്തും സൗന്ദര്യവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു തറവാട്ടിൽ കയറി പ്രവാചകന് അറിയാം, ഇവരെ വിവാഹം കഴിച്ചാൽ എനിക്ക് അധികാരം കിട്ടും. എനിക്ക് കുറച്ച് ഇതുവരെ ഇല്ലാത്ത, എല്ലാവരും ആ കുന്നിൻ ചെരുവിലെ ഈത്തപ്പനെ എന്ന് വിളിച്ചിരുന്നിടത്ത് നിന്ന് എനിക്കൊരു തറവാടിയായ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചാൽ എനിക്ക് അങ്ങനെ ഒരു കുടുംബ പേര് ലഭിക്കും. സമ്പത്ത് കിട്ടും, അധികാരം കിട്ടും, പബ്ലിസിറ്റി കിട്ടും, സുന്ദരിയായ ഒരു പെണ്ണിനെയും കിട്ടും. ഇതൊക്കെ കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ മാങ്ങയുള്ള മാവിൽ നബി കല്ലെറിഞ്ഞത് എന്നറിയാത്തവരായിട്ട് ആരുമില്ല. കൂടുതൽ അറിയണമെങ്കിൽ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ മുഹമ്മദ് നബി ഖദീജയോട് പറഞ്ഞത്, ഇന്നു മുതൽ നിന്റെ സമ്പത്തൊക്കെ എൻ്റെ സമ്പത്താണ് എന്ന് പ്രഖ്യാപിക്കണമെന്നായിരുന്നു. ആ മനസ്സാരും കാണാതെ പോകരുത്. ഇനി 60 വയസ്സുള്ള സൗദയെ 2ാമത് വിവാഹം കഴിച്ച കാര്യം, വിധവകളെയും അനാഥകളെയും ഒക്കെ സംരക്ഷിക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ ഉണ്ടായിരുന്നു.
വിവാഹം കഴിച്ചു മാത്രമേ എനിക്ക് സംരക്ഷിക്കാൻ സാധിക്കൂ എന്ന് തെളിയിച്ച പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കിതേ പറയാൻ കഴിയും. പിന്നെ നബി ചെയ്ത ധീരപ്രവൃത്തിയിലെ ധൈര്യം പറയുന്നുണ്ടല്ലോ, ആ സ്ത്രീലമ്പടത്വം എന്ന് പറയുന്നതും പെണ്ണിനോടുള്ള മോഹം എന്ന് പറയുന്നതും കാമാസക്തി എന്ന് പറയുന്നതും ഭോഗാസക്തി എന്ന് പറയുന്നതും ഒന്നും ഒരു ക്വാളിറ്റി അല്ല. നമുക്ക് എടുത്തു പറയാനുള്ള ഒരു പൗരബോധമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു ഡിഫക്റ്റ് ആണ് എന്ന് മാത്രമല്ല ആധുനികതയ്ക്ക് നിരക്കാത്തതാണ്. ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട്, നമ്മൾ അകത്തായി പോകും. ബാലുശ്ശേരിയുടെ ബുദ്ധി നമുക്ക് ആന പിടിച്ചാൽ കിട്ടൂല. നന്ദി.